ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2259. ഇന്ന് മാർച്ച് മാസം 8-ാം തീയതി. ഈ ആണ്ടിലെ 67-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 21-ാം ദിനത്തിലെത്തി. വീണ്ടും ഒരു ഞായറാണ്, നോമ്പിന്റെ 4-ാം ഞായർ. ക്നാനായിത്വ ഞായറെന്നാണ് വിശേഷിപ്പിക്കുക. കനാന്യ സ്ത്രീയുടെ മകളെ നമ്മുടെ കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. ശരിക്കും ഒരു സ്ത്രീയുടെ, ഒരു അമ്മയുടെ പ്രാർത്ഥനയല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. സാധിക്കേണ്ടതാണ് ഈ സ്ത്രീയെ പോലെ, ഈ അമ്മയെ പോലെ നമ്മൾ ഭൂമിയിലെ സകലരും പ്രാർത്ഥിച്ച് തുടങ്ങേണ്ടതല്ലേ. എത്രമേൽ പ്രതികൂലമായ പ്രതികരണങ്ങളിലൂടെയാണ് സ്ത്രീ കടന്നുപോയത്. അവൾ നേരിട്ട പ്രതിസന്ധികളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഓരോന്നിനെയും അതിജീവിച്ച് അവൾ തമ്പുരാനോടുള്ള പ്രാർത്ഥന തുടരുകയാണ്, ഭാഷണം തുടരുകയാണ്. ഞാൻ നിങ്ങളൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ എത്ര പെട്ടെന്നാണ് നിരാശപ്പെടുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കിയും അവസാനിപ്പിച്ചു പറഞ്ഞു തീർത്തും തിരിഞ്ഞോടാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മൾ ശ്രമിച്ച കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന്, ഈ ജീവിതത്തിൽ നിന്ന് തന്നെ പിന്മാറാനായിട്ട് അങ്ങനെയാണ് പലരും പല വിധത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തോറ്റന്നെ, പരാജയപ്പെട്ടന്നെ, നിറയെ പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ ക്രിസ്തുയേശുവിന്റെ അരികിലെത്തിയ ഈ സ്ത്രീ നമ്മളെ ചില പാഠങ്ങളൊക്കെ കാര്യമായി പഠിപ്പിക്കുന്നില്ലേ? വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വേദഭാഗമാണ്. ഒന്ന് വായിച്ചേക്കാമോ എന്നാണ്. വായിച്ചിരിക്കേണ്ടതല്ലേ? കാരണം ആ സ്ത്രീയുടെ വിശ്വാസവും ആ സ്ത്രീയുടെ ഒരു പ്രതീക്ഷയും എത്ര വലുതായിരുന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും പ്രതികരിക്കുവാനും ഒക്കെ ആയിട്ട് ആ സ്ത്രീക്ക് സാധിച്ചത് എങ്ങനെയാണ്? എല്ലാവിധത്തിലും നിരുത്സാഹപ്പെടുത്തലുകൾക്കിടയിൽ, എല്ലാവിധത്തിലും പ്രതികൂലമായ പ്രതികരണങ്ങൾക്കിടയിലും പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചെങ്കിൽ അതൊരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ അവരൊരു സ്ത്രീയുമാണ്. ഓരോരുത്തരും ഒരു അമ്മയെ ഉള്ളിലൊന്ന് സൂക്ഷിക്കാനായിട്ട്, ഒരു സ്ത്രീത്വത്തെ ഉള്ളിലൊന്ന് കൊണ്ടു നടക്കാനായിട്ട് കൂടി ഈ നോമ്പിന്റെ നാളുകളിൽ പഠിച്ചിരുന്നെങ്കിൽ. ഇത് പുരുഷന്മാരോട് മാത്രമല്ല, ഇതെന്നോട് തന്നെ മാത്രമല്ല, ഭൂമിയിലെ സ്ത്രീകളോടും കൂടിയാണ്. ഒരു സ്ത്രീത്വത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുവാനും, ഒരു അമ്മത്വം, ഒരു അമ്മ സ്വരൂപത്തെ ഉള്ളിലൊന്ന് വഹിച്ചുകൊണ്ട് പോകാനും, ഒപ്പം ക്രിസ്തുയേശുവിൽ എത്താനും കഴിയണ്ടേ? പ്രാർത്ഥനയോടുകൂടി ആമേൻ.